ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫിഷിലേക്ക് സ്വാഗതം. അർഷുവിൻ്റെ വിദ്യാരംഭത്തിനായിട്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നമ്മൾ പോയായിരുന്നു. അതിൻ്റെ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് മൂകാംബികയിലേക്കുള്ള ഡീറ്റെയിൽസും ട്രിവാൻഡ്രത്തു നിന്ന് മൂകാംബികയിലേക്കുള്ള ഡീറ്റെയിൽസും പിന്നെ വിദ്യാരംഭ ടൈമിങ്ങും ദർശന ടൈമിങ്ങും അന്നപ്രസാദവും ഇതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വലിയ റഷും ക്യൂ ഒന്നും ഇല്ലാതെ നമുക്ക് ദർശനം കിട്ടുന്ന ടൈമും പറയുന്നുണ്ട്. ഞാനും ഏട്ടനും പിള്ളേരും ബാംഗ്ലൂരിൽ നിന്നാണ് പോയത്. നമ്മളെ ബാക്കി ഫാമിലി, എൻ്റെ പേരൻസും ഏട്ടൻ്റെ പേരൻസും ബ്രദറും ഫാമിലിയും ഒക്കെ ട്രിവാൻഡ്രത്തു നിന്നാണ് വന്നത്. ട്രിവാൻഡ്രത്തു നിന്ന് അവർ നേത്രാവതി എക്സ്പ്രസ്സിലാണ് വന്നത്. 28 രാവിലെ 9:15 കയറിയിട്ട് 29 നൈറ്റ് 1:30 അവർ റീച്ചായി. നമ്മളെപ്പോൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിലും കുട്ടികളെ കൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മളെപ്പോഴും നൈറ്റ് ട്രാവലാണ് മാക്സിമം നോക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് അവർ കിടന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ റീച്ച് ആവുന്ന രീതിയിലായിരിക്കും നോക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ബാംഗ്ലൂരിൽ നിന്ന് 7:45 PM സ്റ്റാർട്ട് ചെയ്തത്. പിറ്റേന്ന് ഉച്ചയ്ക്ക് 12:30 നമ്മൾ എത്തിയത്. നമ്മൾ മൂകാംബികയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ബയ്യന്തൂർ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്ന് പിന്നെ 1 hour മൂകാംബിക ക്ഷേത്രം വരെ ട്രാവലുണ്ട്. ഒരു ടാക്സി വിളിച്ചാണ് നമ്മൾ പോയത്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹോട്ടൽ ഒരു 2 months മുമ്പ് തന്നെ ബുക്ക് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടാൻ ഭയങ്കര പാടാണ്. ചെന്ന ഉടനെ ടാക്സി കിട്ടി. നമ്മളൊരു 1:30 ആയപ്പോഴത്തേക്കും അവിടെ ഹോട്ടലിൽ റീച്ചായി. ഹോട്ടലിന് എത്തിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഫുഡും കഴിച്ചിട്ട് കുറച്ച് നേരം, വളരെ കുറച്ച് നേരം, ഒരു 1 hour നമ്മളെത്തി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ കുളിച്ച് റെഡിയായി പിന്നെ ക്ഷേത്രത്തിലോട്ട് പോയി. ഈവനിങ് ക്ഷേത്ര ദർശനത്തിനുള്ള ടൈം എന്ന് പറയുന്നത് 3 PM to 9 PM ആണ്. അപ്പോൾ ഈ 3 മണി തൊട്ട് വൈകിട്ട് 3 മണി തൊട്ട് 5 മണി വരെ വലിയ റഷോ ക്യൂ ഒന്നും കാണത്തില്ല. നേരെ ചെന്ന് കയറി തൊഴുവാൻ പറ്റും. നമ്മളുടെ ഹോട്ടലിൽ നിന്ന ആളാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്, ഇപ്പോൾ ചെന്നാൽ ദർശനം നല്ലതുപോലെ കാണാൻ പറ്റും, തൊഴാൻ പറ്റും, ക്യൂ നിൽക്കേണ്ടി വരത്തില്ല എന്ന്. അതുപോലെ തന്നെ നമ്മൾ നേരെ ഡയറക്റ്റാണ് കയറി കണ്ടു ദേവിയെ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ താലമില്ലേ, ഇത് ഞാൻ ഫസ്റ്റ് ടൈം വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ ഇതെൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് മൂകാംബിക ദർശനം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ എനിക്ക് ഒരു അമ്മൂമ്മ തന്നതായിരുന്നു ദേവിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കൊണ്ട് വച്ചു. പക്ഷേ ദേവിയുടെ അടുത്ത് എനിക്ക് കൊണ്ട് വയ്ക്കാൻ പറ്റിയില്ലായിരുന്നു. ദർശന സമയമൊക്കെ ആയതുകൊണ്ട് റഷു ആയതുകൊണ്ട് അടുത്ത് കൊണ്ട് വെച്ചില്ല, കയറുന്ന അവിടെയാണ് വച്ചിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഡയറക്റ്റ് ദേവിയുടെ പടിയിൽ തന്നെ, ഫ്രണ്ടിൽ ആ ഒരു പടിയിൽ തന്നെ കൊണ്ടുവയ്ക്കാൻ പറ്റി. കാരണം കൂടുതൽ റഷ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഹലോ അശു, അവിടെ നിന്നോ, അങ്ങോട്ട് പോകണ്ട. അച്ഛ ഇവിടെ വലിയ റഷ് ഇല്ലാത്തതുകൊണ്ട് അശു ഇവിടെ കുറേ നേരം ഓടിക്കളിച്ചു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ റൂമിലേക്ക് വന്നത് സൗപർണികയിൽ പോയി കുളിക്കാനായിരുന്നു. നമ്മൾ ആദ്യം കരുതിയെന്ന് ചോദിച്ചാൽ സൗപർണികയിൽ പോയി കുളിച്ചിട്ട് പിന്നെ ദർശനത്തിന് വരാമെന്ന്. പക്ഷെ അന്നേരം ഭയങ്കര വെയിലായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ നാൾ കൊച്ചിനെയും കൊണ്ട് പോയാലും നല്ലപോലെ ഇറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്. അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ ആരവിനെ അശ്വിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് സൗപർണികയിൽ പോയി കുളിക്കാൻ വേണ്ടി പോയി. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ആളായിരുന്നു. അന്നേരം ആളുകളെല്ലാം കുളിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മളെ ഇതുപോലെ ഫിഷ് വന്ന് കുത്തുന്നതൊക്കെ ഉള്ള കുറച്ച് വീഡിയോസേ എടുത്തുള്ളൂ. പിന്നെ ആരവിന് ഒട്ടും വരാൻ വയ്യായിരുന്നു. നമ്മൾ ഒത്തിരി സന്ധ്യയായി തുടങ്ങിയതിന് ശേഷമാണ് ഇറങ്ങി റെഡിയായിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ ക്ഷേത്രത്തിലോട്ട് വരണം. കാരണം എനിക്ക് അവിടുത്തെ അന്നപ്രസാദം കഴിക്കണമായിരുന്നു. അവിടുത്തെ അന്നദാന ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12:30 തൊട്ട് 2 മണി വരെയും രാത്രി 8 തൊട്ട് 9:30 വരെയാണ്. അമ്പലത്തിൻ്റെ ബേക്കിലെ ഡോറ് വഴി ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഈ അരങ്ങേറ്റത്തിലുള്ള പ്രോഗ്രാമൊക്കെ സ്റ്റേജിൽ നടക്കും. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ബിൽഡിംഗ് കാണാം. ആ ബിൽഡിങ്ങാണ് അന്നപ്രസാദം ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ നല്ല റഷ് കാണുമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും ആരും ഇല്ല, വലിയ റഷൊന്നുമില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് തറയിരുന്ന് കഴിക്കാൻ പറ്റും. ചെറിയ ടേബിൾ ഇട്ടിട്ടുണ്ട്, അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഫുഡാണെങ്കിൽ ചോറും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഒരു മധുരമുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, വയറ് നിറയെ കഴിക്കാൻ കിട്ടും. അവിടെ പിന്നെ 9:30 കഴിയുമ്പോൾ അത്താഴ പൂജ കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഷായം കിട്ടും.
ഒരു ഹെർബൽ ടീ കിട്ടും. അത് നല്ലതാണെന്ന് പറയും. പക്ഷെ നമ്മൾ ചെന്ന് കയറിയപ്പോൾ ഭയങ്കര ക്യൂ, കഴിച്ച് കഴിഞ്ഞ് കയറിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്കും ഇതുപോലെ ദേവിയെ പല്ലക്കിൽ കൊണ്ടുപോകണത് കാണാൻ പറ്റി. പിന്നെ കൂടുതൽ നേരമൊന്നും അവിടെ വെയിറ്റ് ചെയ്യില്ല, പെട്ടെന്ന് തന്നെ ഹോട്ടലിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. കാരണം കൊച്ചുങ്ങളെയും കൊണ്ട് രാവിലെ എഴുന്നേക്കേണ്ടല്ലേ. പേരൻസൊക്കെ അന്ന് നൈറ്റ് തന്നെ ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും റീച്ചായി. പിന്നെ പിറ്റേന്ന് വിദ്യാരംഭത്തിൻ്റെ അന്ന് നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിലെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. കാരണം ക്യൂ ഒക്കെ നിന്ന് ദർശനമൊക്കെ കാണേണ്ടല്ലേ, രാവിലെ നല്ല ക്യൂ ആയിരിക്കും. അതറിയാവുന്നതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ കയറിയത്. നമ്മൾ ചെല്ലുന്ന സമയം ഭയങ്കര റഷുമായിരുന്നു, വലിയ ക്യൂ ആയിരുന്നു. അതുമല്ല ദീപാരാധന സമയമായിരുന്നു, അമ്പലം അടച്ചേക്കായിരുന്നു. അതുകൊണ്ട് അമ്പലം തുറന്നിട്ട് വിദ്യാരംഭത്തിന് കയറ്റാമെന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അവന് 11 o'clock എപ്പോൾ വേണമെങ്കിലും എഴുത്തിനിരുത്താമെന്നായിരുന്നു നമ്മൾ കുറിച്ച് വാങ്ങിച്ചത്. പിന്നെ കണ്ടില്ലേ, എല്ലാവരും ഉണ്ട്. എൻ്റെ പേരൻസ് ഉണ്ട്, ഏട്ടൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ ബ്രദറും ഫാമിലിയും ഉണ്ട്. പിന്നെ എൻ്റെ ബ്രദറിനെ ഞാൻ നല്ല മിസ് ചെയ്ത്, കാരണം കഴിഞ്ഞ പ്രാവശ്യം അവനും ഉണ്ടായിരുന്നു നമ്മളോട്. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും പറയുന്ന കണക്ക് തന്നെ, ദിയയുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അർഷിവ് ആരടുത്തും പോകത്തുമില്ല, അവൾ ആർക്കും കൊടുക്കത്തുമില്ല. അവളിങ്ങനെ കൊണ്ടു കിടന്നോണം. പിന്നെ വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ സമയം രാവിലെ 5:30 വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൻ്റെ കൂടെ തന്നെയാണ് ഈ ഒരു സരസ്വതി മണ്ഡപം ഉള്ളത്. അവിടെ ഇരുത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് വിദ്യാരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ചേട്ടൻ പോയി റെസിപ്റ്റ് വാങ്ങിച്ച് എന്നിട്ടാണ് നമ്മൾ കയറി ഇരിക്കേണ്ടത്. അപ്പം അവിടെ നമുക്ക് എത്ര വേണമെങ്കിലും ആൾക്ക് കയറി ഇരിക്കാൻ പറ്റും. ഇപ്പം മാമനാണ് എഴുതിപ്പിക്കുന്നത്, പിന്നെ അച്ഛൻ കൂടെ ഇരുന്നു, പിള്ളേർ 3 പേരും കൂടെ ഉണ്ട്. ഏട്ടൻ്റെ അടുത്തോടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടനും ഇരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് അവനെ എഴുതിപ്പിച്ച്. പിന്നെ അവിടെ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് മന്ത്രങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പോറ്റി പറയുന്ന കണക്ക് നമ്മൾ പറയണം. പിന്നെ ഈ ഒരു തട്ടം കൊടുത്ത എഴുതാനുള്ള തട്ടം കൊടുത്തു. അതവൻ കണ്ട് ഭയങ്കര സന്തോഷമായി. കാരണം അവന് എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതുപോലെ കൈ പിടിച്ച് എഴുതിപ്പിച്ചപ്പോൾ അവ അങ്ങനെയും മിണ്ടാതിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് എഴുതി. ഹരിശ്രീ അവിടെ ഇരുത്തി ABCD AIE ഇതെല്ലാം എഴുതിപ്പിച്ച് അവനും തനിയെ അതിലിട്ട് വരച്ച് കളിക്കുകയായിരുന്നു. പിന്നെ പോറ്റി വന്ന തട്ട് എടുത്തുകൊണ്ട് പോയപ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് മോതിരം എന്തെങ്കിലും വെച്ച് നാക്കിൽ എഴുതാൻ പറഞ്ഞായിരുന്നു, ഓം എഴുതാൻ പറഞ്ഞായിരുന്നു. എഴുത്തിനിരുത്തുന്ന എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ദർശനത്തിനായിട്ട് കയറി. അതിനു മുമ്പ് പോറ്റിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം ഇതിൽ ക്യൂവിൽ നിന്നത് നമ്മൾ. സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദേവിയുടെ നടക്കിൽ ഫ്രണ്ടിൽ പോയി നല്ല തൊഴുകണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടി 4 പേരും കൂടി അവിടെ കമന്നിടന്ന് തൊഴുതിന് ശേഷം പിന്നെ നമ്മൾ ക്യൂവിൽ നിന്ന്. ക്യൂ ഭയങ്കര ക്യൂ ആയിരുന്നു, നല്ല റഷായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല ക്യൂ ഉണ്ടായിരുന്നു. ക്യൂവിൽ നിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ ബോറടിച്ചൊന്നുമില്ല. കാരണം നമുക്ക് ആ ക്യൂവിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത് കാണാൻ പറ്റി. ഫസ്റ്റ് പല്ലക്കിൽ, പിന്നെ രഥയാത്ര കാണാൻ പറ്റി. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കുറേ നേരം നമ്മൾ
കണ്ടതിന് ശേഷമാണ് അമ്പലത്തിൽ ദർശനത്തിന് കയറിയത്. ആദ്യം ദേവിയുടെ ഇതുപോലെ തലയിൽ വെച്ചാണ് കൊണ്ടുവരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പല്ലക്കിൽ കൊണ്ടുവരുന്നത് കാണാം. ഇതുപോലെ കൊട്ടൊക്കെ ആയിട്ടാണ് ദേവി എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നത്. പറ്റും. രഥത്തിലെ ദേവിയെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ദർശനത്തിന് കയറാൻ പറ്റി. വലിയ പ്രശ്നമൊന്നുമില്ല, വലിയ റഷൊന്നും ഇല്ലാതെ കയറി തൊഴുതതിന് ശേഷം പിന്നെ അവിടുത്തെ പ്രധാന പ്രസാദമാണ് ലഡു എന്ന് പറയുന്നത്. അത് വാങ്ങിച്ച് 4 പിള്ളേരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ കുറച്ച് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത് ഒരു 10 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. പിന്നെ അതേ ദിവസം തന്നെയാണ് നമ്മൾ ഉടുപ്പിയിലോട്ട് പോയത്. അവിടെ ഉടുപ്പിയിലും പോയി തൊഴുതിട്ട് നമ്മൾ തിരിച്ചു പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഉടുപ്പിയിലേക്ക് പോയി. അന്ന് ഉച്ചയ്ക്ക് ഒരു 12 o'clock ആയപ്പോഴാണ് ഉടുപ്പിയിലേക്ക് പോയത്. മൂകാംബികയിൽ എനിക്ക് മനസ്സിലായ ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Okay friends, bye. Thanks for watching.